മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻ, ഭിന്നസംഖ്യകളുടെ ഗുണനം. എങ്ങനെയാണ് രണ്ട് ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കുന്നത്? ഭിന്നസംഖ്യകളുടെ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, അതുപോലെ ഭിന്നസംഖ്യകളുടെ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. ഇവിടെ a/b ഇൻറ്റു c/d. ഇതെങ്ങനെ വരും? a ഇൻറ്റു c ബൈ b ഇൻറ്റു d. അപ്പോൾ AC ഡിവൈഡഡ് ബൈ BD എന്ന് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം. 1/2 ഇൻറ്റു 3/5 എന്ത് വരും? ആദ്യം അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക. 1 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ, അതിനുശേഷം ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. 2 ഇൻറ്റു 5 എന്ത് വരും? 1 ഇൻറ്റു 3 3, 2 ഇൻറ്റു 5 10, അങ്ങനെ 3/10. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. 5/3 ഇൻറ്റു 7/5 എങ്ങനെ ചെയ്യാം? അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, ഡിവൈഡഡ് ബൈ ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കുക. പക്ഷേ ഇവിടെ നമുക്ക് ഗുണിക്കുന്നതിന് മുന്നേ അംശത്തിലും ഒരു 5 ഉണ്ട്, ഛേദത്തിലും ഒരു 5 ഉണ്ട്. അതായത് ഒരേപോലെയുള്ള സംഖ്യയുണ്ട്. അപ്പോൾ നമുക്കതിനെ വെട്ടിമാറ്റാം. ഭിന്നസംഖ്യകളുടെ ഗുണനത്തിൽ ആദ്യത്തെ അംശം ആദ്യത്തെ ഛേദം അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. അംശം ബൈ ഛേദം അങ്ങനെ മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് അംശത്തിൽ ഒരു 5 ഉണ്ട്, ഛേദത്തിലും ഒരു 5 ഉണ്ട്. ആ 5 നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എങ്ങനെ വരും? 5/3 ഇൻറ്റു 7/5 ഈക്വൽ ടു എന്ത് വരും? ആ രണ്ട് 5നെയും നമുക്ക് കട്ട് ചെയ്ത് കളയാം, വെട്ടിമാറ്റാം. ബാക്കി എന്ത് വരും? ബാക്കി വരുന്നത് 7/3. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 7/3. അടുത്ത ക്വസ്റ്റ്യൻ 36/3 ഇൻറ്റു 10/2. ഇതെങ്ങനെ ചെയ്യാം? ആദ്യം അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക, അതിനുശേഷം ഛേദങ്ങൾ തമ്മിൽ ഗുണിക്കാം. വലിയ സംഖ്യകൾ വരുമ്പോൾ ആദ്യം ഗുണിക്കുന്നതിന് പകരം വെട്ടിക്കളയാൻ, നമുക്കത് ചെറുതാക്കാൻ പറ്റുന്നത് വല്ലതും ഉണ്ടോ നോക്കണം. ഇവിടെ അങ്ങനെ ഉണ്ടല്ലോ. കാരണം 36/3 ആണ്, രണ്ടാമത്തേത് 10/2 ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വെട്ടിക്കളയാൻ പറ്റും. 36/3 നമുക്ക് ചുരുക്കാം, 10/2 ചുരുക്കാം, അതുപോലെ 36നെയും 2നെയും നമുക്ക് ചെറുതാക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇവിടെ നമ്മൾ 36/3 അതിനെ നമുക്ക് ചെറുതാക്കാം. എങ്ങനെയാണ്? നമുക്ക് 3 വെച്ച് ചെറുതാക്കാം. എന്ത് കിട്ടും? 36ന് 3 വെച്ച് ചെയ്താൽ 12 വരും. അതുപോലെ 3ന് 1. നമ്മളിത് കട്ട് ചെയ്ത് ജസ്റ്റ് 1 എന്ന് എഴുതിയാലും കുഴപ്പമില്ല, എഴുതിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഓക്കെ. ഇനി 10നെ എന്ത് വെച്ച് ചെയ്യാം? 10നെ 2 വെച്ച് ചെയ്യാം. 2 വെച്ച് ചെയ്യുമ്പോൾ 5/1 എന്ന് കിട്ടും. സ്റ്റെപ്പിൽ എന്ത് വരും? 12/1 ഇൻറ്റു 5/1. ഇനിയും നമുക്ക് വെട്ടാൻ പറ്റുന്നതാണെങ്കിൽ വെട്ടിക്കളയാം. പക്ഷേ ഇവിടെ നമുക്ക് ഓൾറെഡി ഇനി വെട്ടാനൊന്നുമില്ല. ഇനി എന്ത് എഴുതാം നമുക്കിതിനെ? 12/1 എന്ന് പറഞ്ഞാൽ 12 ആണ്, അതുപോലെ 5/1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പോൾ 12 ഇൻറ്റു 5 ഡിവൈഡഡ് ബൈ 1. 1 എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും എഴുതി. അപ്പോൾ എന്ത് കിട്ടും ആൻസർ? 12 ഇൻറ്റു 5 60. ഓക്കെ. അടുത്തൊരു ക്വസ്റ്റ്യൻ 1/4 ഇൻറ്റു 24/5. ഇതിനെങ്ങനെ ചെയ്യാം? ഇതിനെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ വെട്ടിമാറ്റാൻ പറ്റും, ചെറുതാക്കാൻ പറ്റും. എങ്ങനെ ചെയ്യാം? നമുക്ക് 4നെയും 24നെയും നമുക്ക് വെട്ടിമാറ്റാം. 4ഉം 24ഉം നമുക്ക് 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെറുതാക്കാം. അപ്പോൾ എന്ത് വരും? 24നെ ചെറുതാക്കിയാൽ നമുക്ക് 6 വരും. 6 ഇൻറ്റു 4 24. ഓക്കെ. 4ന് 1 ഇൻറ്റു 4 4. ബാക്കി എന്ത് വരും? 1 ഇൻറ്റു 6 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 5. എത്ര കിട്ടും ആൻസർ? 1 ഇൻറ്റു 6 6, 1 ഇൻറ്റു 5 5, 6/5. 2ൽ കൂടുതലുള്ള ഭിന്നസംഖ്യകളുടെ ഗുണനവും ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. വെട്ടിച്ചുരുക്കാനുള്ളത് ചുരുക്കുക, അതിനുശേഷം ഗുണിച്ചെഴുതുക. അപ്പോൾ ഇങ്ങനെയാണ് ഭിന്നസംഖ്യകൾ തമ്മിൽ ഗുണിക്കേണ്ടത്.